സത്യത്തിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ കുറേ ആലോചിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇന്നലെ എൻ്റെ മോന് നല്ല പനിയായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അതിന് ശേഷം നമ്മൾ അവനെ കാണിക്കാറുള്ളത് മിംസിൽ അവൻ്റെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെയാണ് നമ്മൾ പോയി കാണിക്കാറ്. അപ്പോൾ കാണിച്ച് തിരിച്ചു വരുന്ന വഴി നമ്മൾ വിചാരിച്ചു ഒരു കരിക്കും വെള്ളം അവന് വാങ്ങി കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ്. ഹോട്ടലെന്ന് പറയുന്നത് നമ്മുടെ തട്ടുകടയുണ്ടല്ലോ, അതിനടുത്തടുത്ത് പുറത്തുള്ള തട്ടുകടകൾ കുറച്ചുണ്ടല്ലോ. അപ്പോൾ അതിനടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറി. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളവിടെ കാറ് ഒതുക്കിയിട്ടിട്ട് നമ്മളവിടെ കയറിയിരുന്ന് ചായ ഞങ്ങൾ രണ്ടുപേരും, ഹസ്ബൻഡും ഞാനും ചായ കുടിച്ചു. പിന്നെ മോനൊരു കരിക്കും വെള്ളം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 2-3 ആൾക്കാർ വന്നു. നല്ല ചെറുപ്പക്കാരന്നെ. ഇവർ വന്നിട്ട് നല്ല സിഗരറ്റ് വലിയ, അവിടെ ആണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നോ സ്മോക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പുകവലി ശിക്ഷാർഹമാണെന്ന് വേറൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഈ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങണ സാധനങ്ങൾ. എന്നാൽ വാങ്ങുമ്പോൾ അവർക്ക് പറഞ്ഞൂടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വലിക്കാൻ പാടില്ല, ഒന്ന് പുറത്ത് മാറിപ്പോയി വലിക്കാൻ പറഞ്ഞൂടെ. മോനാണെങ്കിൽ നല്ല ചുമയും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാമല്ലോ, അത്രയും ചുമയും ഞങ്ങൾക്കും ഉണ്ട്, ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ. ഇപ്പം മോനാദ്യം കാണിക്കട്ടെ, മോനാണ് കൂടുതൽ. അപ്പം മോനെ കാണിക്കാൻ വേണ്ടി പോയത്. കുട്ടിയുണ്ട്, ഒരു സ്ത്രീയുണ്ട്, ഇതൊന്നും വകവെക്കണില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒരു വയസ്സായൊരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ അവിടെ ഇരുന്ന് നല്ല വലിയ, അപ്പം നമ്മൾ പറഞ്ഞു, ആ ചേട്ടൻ്റെ പുക നല്ലോണം നമുക്ക് ഏൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു ഒന്ന് മാറി നിന്ന് വലിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ വരും. സത്യം പറഞ്ഞാൽ അത് എന്താ പറയുക, തട്ടുകടയാണോ സിഗരറ്റ് വലിക്കാൻ യന്ത്രമാണോ എന്ന് നമുക്ക് നല്ല സംശയമായി. പിന്നെ നമ്മൾ പൈസ കൊടുക്കാൻ സമയത്ത് നമ്മൾ പറയണമെന്ന് ഞാൻ പറയാനായിട്ട് പോയി. അപ്പോൾ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറിപ്പോയി വലിക്കാൻ പറയണം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, ശിക്ഷാർഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പിന്നെ ആ ഒരു കടയിൽ ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇനി ഇതിൻ്റെ പേരിലൊരു മരണവും കാര്യങ്ങളൊന്നും കാണണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ നമ്മൾ അത് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ എന്താ അതിന് ചെയ്യേണ്ടത്, എന്താ ശിക്ഷ ശരിക്കും, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. പൊതുവിടത്തിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, ശിക്ഷാർഹമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ് സംഭവം കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ആരും മുതിരാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് നമുക്ക് കാര്യങ്ങളായിട്ട് വലിയ ധാരണയില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടണമെന്ന് ആദ്യം ഞാൻ ചിന്തിച്ചു. പിന്നെ വിചാരിച്ചു വീഡിയോ ഇടണ്ട, കാരണം ഇപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയൊന്നും പറയാണ്ട് അല്ലെങ്കിൽ നമ്മൾ കേസ് കൊടുക്കാണ്ട് അതിൻ്റെ പിന്നാലെ ഒന്നും നടക്കാൻ വയ്യ. അവർ നാളെയും വലിക്കും. ഇനി അവരെങ്ങനെയുള്ള ആളുകളാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. MDMA കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മളെ വീട് കയറി തല്ലാനും കൊല്ലാനും അടിക്കാത്തവരായിരിക്കും. അപ്പോൾ അതും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വലിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ തട്ടുകടയായാലും ചെറിയ ചായക്കടയൊക്കെ ആയാലും ഒരാൾ ചായയും മേടിച്ച് കൂട്ടത്തിൽ സിഗരറ്റും മേടിച്ച് അവിടെ നിന്നിങ്ങനെ വലിക്കുന്നുണ്ടാവും. അവർ വലിക്കുക, അവരുടെ ഇഷ്ടമാണ്, അവരുടെ അവകാശമാണ്, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന തരത്തിൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശമാണ്. ഞാൻ ആ വീഡിയോ ഇതിനോടൊപ്പം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോൾ ആ തട്ടുകടക്കാർക്ക് ഇനി പ്രശ്നമാവും, അവിടെ കച്ചവടം പൂട്ടി പോവുക, അവർ ചിലപ്പോൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി തുടങ്ങിയവരാവാം. അപ്പം നമുക്ക് അത് കളയുന്നതും മോശമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തട്ടുകട നടത്തുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരോ ഉണ്ടെങ്കിൽ, ഒരു സ്ത്രീയോ അല്ലെങ്കിൽ കുട്ടിയോ ഒക്കെ ഹോസ്പിറ്റൽ പരിസരമാണ്, അസുഖങ്ങളായിട്ട് പോകുന്നവരാണ് പലരും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അവനാൻ വലിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകളില്ലാത്ത സ്ഥലങ്ങൾ ആ തട്ടുകടയുടെ അപ്പുറത്തുണ്ട്. നല്ല കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി ഇന്ന് വലിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ വലിക്കുക. ഇവിടെയാണെങ്കിൽ മോനെ നെബുലൈസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നുണ്ടായിരുന്നത്. അത്രയും കഫക്കെട്ടും അത്രയും ചുമയുണ്ടായിരുന്ന മോനെ. അപ്പോൾ കുട്ടികളുടെ മുന്നിലൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് പുക ഏൽക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് തന്നെ പലർക്കും സിഗരറ്റിൻ്റെ മണവും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഏൽക്കുന്ന രീതിയിൽ പരമാവധി വലിക്കാതിരിക്കുക. വലിക്കുന്നവരോട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഉപദേശമായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഇന്നാൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ വലിച്ചു പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ വലിയ അന്തസ്സാന്ന് കരുതുന്നവരുണ്ടായിരിക്കാം. പക്ഷേ പുകവലി കൊണ്ട് ഒരു അച്ഛനെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പച്ചന് ക്യാൻസറായിരുന്നു, ലങ്സിലായിരുന്നു ക്യാൻസർ. സിഗരറ്റ് വലിച്ചിട്ടാണ് കൂടുതൽ വന്നത്. അപ്പോൾ സിഗരറ്റ് വലിക്കാത്തവർക്ക് ക്യാൻസർ വരുന്നില്ലേന്ന്, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ അവനവൻ്റെ ഹെൽത്തിന് എന്താ പറയുക, ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ആക്കുക. ഈ പുക ഏൽക്കുന്നവർക്കും പല അസുഖങ്ങളും വരും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതാക്കുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു മാനസാന്തരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോ ഇടാത്തത്, ഇനിയിപ്പോൾ 3-4 പേരുണ്ടായിരുന്നു വലിക്കുന്നവർ. പിന്നെ ആ കടയുണ്ട്, അപ്പോൾ പിന്നെ അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ്. അപ്പോൾ മിംസിൻ്റെ അടുത്ത് തന്നെയാണ് തട്ടുകട.
ഒക്കെ ഉള്ളത്. അപ്പോൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് എൻ്റെ വീഡിയോകളിൽപ്പെട്ട വീഡിയോ ഒന്നുമല്ല, എങ്കിലും പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ.